நல்லா இருந்துச்சு ப்ரோ, சூப்பராக இருந்துச்சு, பார்க்கலாம். ஃபேமிலி ஆடியன்ஸ் நல்லா இருக்கு. ஃபேமிலி ஆடியன்ஸ் படம் நல்லா இருக்கு, நல்லா பண்ணியிருக்காங்க, ஃபீல் குட். സൂര്യ ഗോഡ് മോഡിൽ നിന്ന് പുറത്തു വന്നു, മമിത ബൈജു ഡൂഡ് ബോഡിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതാണ് ഈ പടത്തിൻ്റെ പ്ലസ്. ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വെങ്കിയട്ലൂരി വാത്തിക്ക് ശേഷം രണ്ടാമത്തെ ഹിറ്റ്, രാധിക ശരത് കുമാർ തായ്ക്കളവിക്ക് ശേഷം രണ്ടാമത്തെ ഹിറ്റ്, സൂര്യ കറുപ്പിന് ശേഷം രണ്ടാമത്തെ ഹിറ്റ്, മമിത ബൈജു ഡൂഡിന് ശേഷം രണ്ടാമത്തെ ഹിറ്റ്. ഒരു വശത്ത് സൂര്യ, മറുവശത്ത് രാധിക ശരത് കുമാർ, രണ്ടുപേരും വേഴ്സറ്റൈൽ ആക്ടേഴ്സ്. ഇവരുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചതെന്ന് മമിത ബൈജു പൊളിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അടുത്ത ഹിറ്റ്. അടിപൊളി, കംപ്ലീറ്റ്ലി ഫോർ ഫാമിലി. നന്നായിട്ട് അഭിനയിച്ചു. ഫാമിലി എന്റർടൈനിങ്, കണ്ടിരിക്കാം, നല്ല മൂവിയാണ്. നല്ലായിരുന്നു, നല്ല കോമഡിയാണ്, ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സൂപ്പർ, രണ്ടുപേരും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു, കുറെ ഇഷ്ടപ്പെട്ടു. അതെ, നല്ല ഫാമിലി മൂവിയാണ്, ഫീൽ ഗുഡ് പടമാണ്, ആക്ഷൻ ഉണ്ട്, സോങ് ഒക്കെ നല്ലതാണ്. അടിപൊളി പടം, നന്നായിട്ടുണ്ടായിരുന്നു. പക്ക ഫാമിലി, നല്ലൊരു കോംബോ ആയിരുന്നു രണ്ടുപേരും. താങ്ക് യു. ഹാപ്പി, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നൈസ്. കോംബോ അടിപൊളിയാ. ഞാൻ പറഞ്ഞു ചേച്ചി ഫീൽ ഗുഡ് ആയിട്ടൊരു മൂവി. പിന്നെ കുറെ നാളായിട്ട് സൂര്യ ഇങ്ങനെ റോള് കണ്ടിട്ട്, സോ അതും കൊള്ളായിരുന്നു. കൊള്ളാം, കോമഡി ആയിട്ട് വരും. നല്ല പടമാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറുണ്ട് പടം, പക്ഷെ അതിൻ്റെതായ ലാഗോ കാര്യങ്ങളോ ഒന്നും പടത്തിലില്ല. മമിതയും അതുപോലെ തന്നെ സൂര്യയുടെ കോംബോ ഒക്കെ കിടലിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന രാധിക, അവരെല്ലാം നല്ല പടം. എല്ലാവരും പോയി കാണുക, കാരണം 3 മണിക്കൂറുണ്ട്, അതിൻ്റെതായ ലാഗൊന്നും പടത്തിലില്ല. എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അടിപൊളി, പോയി കണ്ടു. അതാ പറഞ്ഞു, അവരുടെ കോംബോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ഒരു കോമഡി, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറി പോകും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടാണ് പടം പോകുന്നത്. മൊത്തത്തിൽ പടം എൻ്റർടൈൻമെൻ്റ് ആണ്, നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട് മൂവി കണ്ടിട്ട് ഇറങ്ങാൻ പറ്റും. നല്ലൊരു എൻ്റർടൈനർ ആയിട്ടാണ് വന്നത്. മൊത്തം ഒരു ഫാമിലി ഇമോഷൻ അതിനകത്ത് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സൂര്യയുടെ സിനിമ കണ്ടിട്ട് കുറച്ച് നാളായി. നല്ല എൻ്റർടൈനിങ് ആണ്. ഒരു ഹാഫ് ടൈം വരെ കുറച്ചുകൂടെ കോമഡി, അങ്ങനെ ഒരു അവർ രണ്ടുപേരും പെയറിങ്ങും. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇമോഷൻസ്, ഫാമിലി ബന്ധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. അത് പിന്നെ സാധാരണ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പാസം, ആ ഒരു ഫീലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാണുന്ന ഓഡിയൻസിന് കറക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ബന്ധങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. നല്ല പെയറിംഗ് ആണ്. അത് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അവർ കുറച്ചുകൂടെ മമിതയുടെ ക്യാരക്ടർ ഒരു മെച്യൂർഡായിട്ടൊക്കെ മാറുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. സൂര്യ നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷേ മമിതയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത്, അവരുടെ പെയറിങ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ മമിതയുടെ ഒരു ആക്ടിങ് ലെവലിൽ ഒരു പുതിയ രീതിയിലുള്ള ആക്ടിങ് കാണാൻ പറ്റി. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് നമുക്ക് ഈ ഒരു ഓണം, ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻ ടൈമിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു, ഇമോഷൻസ് ഒക്കെ കണക്ട് ആയി നല്ല പടമായിരുന്നു. ഈ കറുപ്പായിരുന്നല്ലോ ലാസ്റ്റ് ഇറങ്ങിയത്, 100 കോടി ക്ലബ്ബായിരുന്നു. ഇത്തരത്തിലേക്ക് 100 കോടി ക്ലബ്ബ് കയറും. മൂവി നല്ല മൂവിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടത്. നെഗറ്റീവ് കേൾക്കുന്നതിന് മുമ്പ് എന്താ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പോലെ തന്നെ പടം സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് മൂവിയിൽ. നല്ല രസമുണ്ട്. എല്ലാവർക്കും അത് ഫാമിലി ആയിട്ട് നമുക്ക് വന്നിരുന്ന് കാണാൻ പറ്റും, കപ്പിളായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും എന്നൊക്കെ. നല്ല അടിപൊളി മൂവിയാണ്.